അതെ ആരാ? ചാരു. എവിടെ ചാരാൻ? എവിടെയും ചാരിയതല്ല, എൻ്റെ പേര് ചാരു എന്നാ. ചേച്ചി ഏതാ? ആഹാ, അത് കൊള്ളാലോ. കൊച്ചല്ലേ ഇപ്പൊ പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്? ഞാൻ മേരി, ഈ കോൺവെന്റിന്റെ ഓൾ ഇൻ ഓൾ ആണ്. ഓ ചേച്ചി, ഞാനേ സിസ്റ്റർ റോസിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. ഏത് റോസ്? ആലപ്പുഴക്കാരിയാണോ വിതുരക്കാരിയാണോ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് മുഖം കണ്ടറിയാം. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, രണ്ടുപേരും ഇവിടെ ഇല്ല. രണ്ടുപേരും ഇവിടെ ഇല്ലേ? ഇവിടെ വേറെ ആൾക്കാരില്ല, ഞാനൊന്ന് ചോദിച്ചു നോക്കിക്കോട്ടെ. ഇവിടെയുള്ള ആരോട് ചോദിച്ചാലും ഇതൊക്കെ തന്നെ പറയുള്ളൂ. ഇവിടുത്തെ ആരെക്കാളും സീനിയർ ഞാനാണ്. ഇവരുടെ ഉടുപ്പിടാത്തതുകൊണ്ടാണ് എന്നെ ഇവിടുത്തെ മദറാക്കാത്തത്. എന്നാ പിന്നെ ഉടുപ്പിട്ട ഏതെങ്കിലും മദറിൻ്റെ അടുത്ത് ഞാൻ പോയി അന്വേഷിച്ചോളാം. അല്ല അല്ല അല്ല, കൊച്ചിനെന്താ പണി? ഞാൻ സിനിമയിലൊക്കെയാ. സിനിമയിലോ? കൊച്ചെ 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 കൊച്ചെ, ഇതൊക്കെ നേരത്തെ പറയണ്ടേ? സിനിമ പിടിക്കാൻ വന്നതാണോ? എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഇവിടെയുള്ളവരോട് പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് ഒഴിവാക്കി കളയും. അയ്യോ ചേച്ചി, ഞാൻ സിനിമ പിടിക്കാൻ വന്നല്ല. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. കഥ എഴുതാനാണോ? മേരി, ആരാ ഇത്? സിസ്റ്റർ അറിഞ്ഞോ? നമ്മളെ വെച്ച് സിനിമ ഉണ്ടാക്കാൻ വന്ന കൊച്ചാ. അല്ല സിസ്റ്ററെ, ഞാൻ സിനിമ ഉണ്ടാക്കാൻ വന്നല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ അറിഞ്ഞിട്ട് അത് വെച്ച് കഥ എഴുതും. മേരിക്ക് ഇവിടെ ജോലിയൊന്നുമില്ലേ? ഞാനിവിടെ തൂത്തോണ്ടിരുന്നപ്പോഴാ ഈ കൊച്ചു വന്നത്. എന്നാ ജോലി നടക്കട്ടെ. മേരി അങ്ങനെ പണ്ടേ ഇവിടെ ഉള്ളതാണ്, പോകാനൊരിടമില്ല. പിന്നെ മേരി ആര് വന്നാലും മേരി ഇടപെടും. അതൊന്നും സാരില്ല സിസ്റ്റർ. എൻ്റെ പേര് ട്രീസ. എന്തിനാ മോള് വന്നേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ടായിരുന്നു. വരൂ, അകത്തിരിക്കാം. സിസ്റ്ററെ, ഞാൻ വളർന്നത് മൊത്തം ഒരു കോൺവെൻറ്റിലായിരുന്നു. ഇന്നിപ്പോൾ കോൺവെൻറ്റിലേക്ക് ഒരു കോള് വന്നു എന്ന് പറഞ്ഞു, ഏതോ ഒരു സ്ത്രീയുടെ എന്നെ അന്വേഷിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ മദറിനൊരു ഡൗട്ട്, ഇനി അത് എൻ്റെ അമ്മയായിരിക്കുമോ എന്നൊക്കെ. കുറേ ട്രൈ ചെയ്തു ആ നമ്പറിലേക്ക് വിളിക്കാനൊക്കെ, പക്ഷെ ആ നമ്പറിൽ കിട്ടുന്നില്ല വിളിച്ചിട്ട്. എന്നെ കുഞ്ഞുനാളിലെ കോൺവെൻറ്റിൽ ആക്കിയത് റോസ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ ഇവിടെ കുറച്ച് നാൾ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ സിസ്റ്ററിന്? ഞാൻ ഈ കോൺവെൻറ്റിൽ വന്നിട്ട് 10 വർഷമായി. എൻ്റെ അറിവിൽ ഈ കോൺവെൻറ്റിൽ 2 റോസ് സിസ്റ്റർമാരുണ്ടായിരുന്നു. ഒരാൾ ആലപ്പുഴക്കാരിയാന്ന് തോന്നുന്നു, ഒന്നൊരു വിതുരക്കാരി. ഇതിൽ ചാരി തിരക്കുന്ന റോസ് സിസ്റ്റർ ആരാണെന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം. എനിക്ക് അത്യാവശ്യം ഒന്ന് പുറത്തു പോകണം. ചാരു ഇവിടെ വെയിറ്റ് ചെയ്യുമല്ലോ? ഞാൻ വെയിറ്റ് ചെയ്തോളാം സിസ്റ്റർ. ചാരുവിന് വേണ്ടി ഞാനൊരു കാതൽ സിസ്റ്റർ പറഞ്ഞുവിടാം. കുഴപ്പമില്ല, ഞാൻ മേരി ചേച്ചിയായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നോളൂ. സിസ്റ്റർ പോയിട്ട് വന്നോളൂ. ഓ ശരി. കാത്തിരുന്ന് മുഷിഞ്ഞോ? മേരി ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്കൊരു കമ്പനിയൊക്കെ കിട്ടി. അതെയോ? ആളൊരു സൽക്കാരപ്രിയാണ്. അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചാലേ നമ്മുടെ വയറ് പൊട്ടും. അത് തന്നെ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മേരിയുടെ ഒരു കാര്യം, ഞാൻ വിളിച്ചപ്പോഴേ സിസ്റ്റർ കാതിൽ കുറെ തിരക്കിലായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ? കിട്ടി. ചാരു അന്വേഷിക്കുന്ന സിസ്റ്റർ റോസേ വിതുരക്കാരിയാണ്. ഇപ്പൊ ബോണക്കാടുണ്ട്. എനിക്കൊന്ന് പോയി കാണാൻ പറ്റുമോ? അതിനെന്താ, ഞാൻ വിളിച്ചു പറയാം. പോയി കണ്ടോളൂ. സിസ്റ്ററിനും അതൊരു സന്തോഷമാവും. സിസ്റ്റർ വന്നായിരുന്നോ? ഞാൻ ചാരുമോൾക്ക് കുറച്ച് നാരങ്ങൾ എടുക്കാൻ പോയത്. ചാരുമോളോ? അത് ശരി, ഉള്ള സമയം കൊണ്ട് കഥയെല്ലാം പറഞ്ഞല്ലേ? അത് പിന്നെ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. നമ്മളെ കുടിക്ക്. വേണ്ട ചേച്ചി, എന്റെ വയറ്റില് ഒരു ജീരക മിഠായി കഴിക്കാനുള്ള സ്ഥലം പോലും ഇല്ല. അത് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഇഞ്ചിയൊക്കെ ഇട്ട് അടിച്ചെടുത്തതാ, വയറിന് നല്ലതാ. എന്നാ ഒറ്റ വലിക്കാൻ കുടിക്കും. ഉപ്പ് പൊട്ടിപ്പോവും.
അപ്പോൾ ഞാൻ ചെല്ലട്ടെ, അവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കാം. ഞാൻ തന്ന ലെറ്റർ അവിടെ കൊടുത്താൽ മതിയേ. മോള് ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. ആ. ചേട്ടാ, ഈ സഞ്ജീവനി കോൺവെന്റിലേക്കുള്ള വഴി എങ്ങോട്ട്? സഞ്ജീവനി കോൺവെന്റ് ഇവിടെ നിന്ന് കിഴക്കോട്ടൊരു വഴിയുണ്ട്. അവിടെ നിന്ന് 100 മീറ്റർ തെക്കോട്ട് തിരിഞ്ഞാല്. ചേട്ടാ ചേട്ടാ, എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ പുതിയ ജനറേഷൻ പിള്ളേർ ഇംഗ്ലീഷ് ഒന്നും നമുക്കറിയാം. നമ്മൾ പഴയ ആൾക്കാരല്ലേ. അല്ല, മോൾക്ക് മടത്തി പോകണമെന്നല്ലേ പറഞ്ഞ്? അതെ ഏട്ടാ. ഒന്ന് വാ, ഞാൻ കൊണ്ടാക്കാം. അല്ലേട്ടാ, ചേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? അല്ല, എനിക്കെന്ത് ബുദ്ധിമുട്ട്? മോളുടെ വീട് എവിടെ എന്ന് പറഞ്ഞ? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് നിന്ന് മോൾ ഇത്രയും ദൂരം ബസ്സൊക്കെ കയറി ഇങ്ങനെ ക്ഷീണിച്ച് വരണമെങ്കിൽ കാര്യമായ എന്തോ ഒരു സംഗതിയുണ്ട്. അതുകൊണ്ട് ചാക്കോച്ചൻ സഹായിക്കും. വാ. ചേട്ടന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യയുണ്ട്. അല്ല, മോൾ ഈ മഠത്തിൽ ആരെ കാണാനാ വന്നത്? ഞാൻ സിസ്റ്റർ റോസിനെ കാണാൻ വന്നത്. സിസ്റ്റർ റോസോ? ഓ, നമ്മുടെ റോസമ്മ. എന്റെ ദൈവമേ, ഈ റോസമ്മയെ പോലെ ഇത്ര ചൈതന്യവും ദൈവഭക്തിയുമുള്ള ഒരു സിസ്റ്റർ ഈ ഇടവകയിൽ വേറെ കാണത്തില്ല. നമുക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലേ കുടുംബത്തിലേ സിസ്റ്റർ റോസമ്മയെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ച എല്ലാ സൂക്കേടും മാറും, നമ്മുടെ ബുദ്ധിമുട്ടും മാറും. അത്ര ചൈതന്യമുള്ള ഒരു സിസ്റ്ററാ. സിസ്റ്ററിന്റെ അടുത്ത് ഞാൻ കൊണ്ടാക്കി തരാം, മോള് വാ. ഞാൻ വന്നത്, എനിക്കറിയാം മോളെ നീ എന്തിനാ വന്നേന്ന്. പക്ഷെ എനിക്കത് ഇപ്പൊ പറയാൻ പറ്റില്ല. അതെന്താണ് സിസ്റ്ററെ? സ്വന്തം അമ്മ ആരാന്നറിയുള്ള ഒരു അവകാശം പോലും എനിക്കില്ലേ? ഇത്രയും വർഷം ആയില്ലേ മോളെ. നിന്നെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അവര് നിന്നെ തിരക്കി വരുമായിരുന്നില്ലേ? അതൊക്കെ ശരിയായിരിക്കും സിസ്റ്ററെ, അവർക്ക് എന്നെ കാണണമെന്നൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ സ്വന്തം അമ്മ ജീവിച്ചിരിക്കുന്നെന്നറിയുമ്പോ എനിക്കുണ്ടാവില്ല ഒരു ആഗ്രഹം അമ്മയെ കാണണം എന്നുള്ളത്. ചാരു, നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ ഒരു മകളായിട്ട് അവർ അംഗീകരിക്കുമെന്ന്? ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല സിസ്റ്റർ. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ അമ്മേനെ ഉപേക്ഷിക്കില്ലായിരുന്നല്ലോ. മോളെ, മറ്റൊന്നും കൊണ്ടല്ല. ഇന്ന് നിന്റെ അമ്മ മറ്റൊരാളുടെ ഭാര്യയാണ്. അവർക്ക് 2 കുട്ടികളും ഉണ്ട്. ഇന്ന് നിന്നെ മോളായിട്ട് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതം തകരും. അമ്മയുടെ കുടുംബജീവിതം നശിപ്പിക്കാനോ സമാധാനം കളയാനോ ഒന്നുമല്ല സിസ്റ്ററെ. മരിക്കും മുമ്പേ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. ആരാ?
ഈ ആനി ആ ആനി? ആരാ? ആനിയാണോ? ആ അതെ, ഞാൻ തന്നെ ആനി. എന്താ? അത് പിന്നെ മോളെ മെല്ലെ മെല്ലെ മെല്ലെ. എന്താ പറ്റിയേ? ബാബാ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. മോളെ മോളെ മോളിരിക്കും, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ചാരി ഇടണം, ചാരി ഇടണം. നമ്മളെ വെള്ളം കുടിക്ക്. ആ കുടിക്കേ. കുറച്ച് കുറച്ച്. മോളെ എവിടെ നിക്കേ? കുട്ടി മോളെ എന്താ പറയാൻ വന്നില്ലേ? അത് പറഞ്ഞിട്ട് പോവും. ആരാ അത്? ആവോ അച്ചായ, അറിയില്ല ആരാന്ന്. ഇവിടെ വന്നിട്ട് ആനി ആണെന്ന് ചോദിച്ചു. പെട്ടെന്ന് എന്റെ തല കറങ്ങി. ഞാൻ വെള്ളം എടുത്തോണ്ട് വന്ന് വെള്ളം കൊടുത്തു. കുട്ടി ഓക്കെ ആയി. പക്ഷെ എന്തോ ഒന്നും പറയണ്ടെങ്കിൽ പോയി. ചിലപ്പോ തലകറക്കം വല്ലതും തോന്നി കയറിയതായിരിക്കും. എന്നാ പിന്നെ ആ കുട്ടിക്ക് അത് പറഞ്ഞിട്ട് പോയിക്കൂടെ ചായ? താനത് വിടടോ. ആ ഇത് കണ്ടോ? ഇതെന്ത്? പിടിച്ചോ. ഓക്കെ. ആഹാ സാരിയാ. ഇച്ചായനല്ലേ കഴിഞ്ഞ ആഴ്ച മുംബൈന്ന് വന്നപ്പം 2 ജോഡി സാരി വാങ്ങിച്ചു വന്നത്? എന്തിനാ ഇങ്ങനെ ഓരോന്ന് വാങ്ങി വരുന്ന കാശുകളെന്നെ? ഓ തുടങ്ങി. താൻ ഇങ്ങനെ പിശുക്കി എല്ലാം കൂടെ കൂട്ടി വെച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാനടോ. എന്റെ പോളിസി എന്ന് പറയുന്നത് അടിച്ച് പൊളിച്ച് ജീവിക്കണം ജീവിതകാലം മുഴുവൻ. ആ പോളിസിയൊക്കെ ഇച്ചായന്റെ കയ്യിൽ വെച്ചാൽ മതി. അതെ, കാശ് ചെലവാക്കുന്ന കാര്യത്തിൽ അപ്പനും കണക്കാം മക്കളും കണക്കാം. എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെ വേദവാക്യമൊക്കെ പിന്നെ ആവാം. നീ ആഹാരം വിളമ്പ്. ബാ ബാ. ഹലോ ചേച്ചി. ആ ചേച്ചി ഇവിടെ ഉള്ളതാ? ആ കുറച്ച് അടുത്താ. എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? എന്തേ? ഇവിടെ അടുത്ത് എനിക്ക് ലൈക്ക് പെൺകുട്ടികൾ നിൽക്കണ വല്ല റൂംസും വല്ല അവൈലബിൾ ആണ്? കൊച്ചി കുന്നിന്റെ മണ്ടിൽ ആരാ വെച്ചേ റൂമൊക്കെ വെക്കുന്നേ? എന്നാ പിന്നെ വല്ല ഹോസ്റ്റൽ പോലെ എന്തെങ്കിലും ഉണ്ടാവോ? ഹോസ്റ്റല് താഴെ സെന്റ് ജോസഫ് കോളേജിന്റെ ഹോസ്റ്റലുണ്ട്. പക്ഷെ അത് അവിടുത്തെ പിള്ളേർക്കേ പറ്റുള്ളൂ. പുറത്തുനിന്ന് കൊച്ചുങ്ങളെ എടുക്കുമെന്ന് അറിയില്ല. എന്നാ പിന്നെ ചേച്ചിക്ക് പരിചയമുള്ള വീട് വല്ലതും വാടകയ്ക്ക് കിട്ടുമോ? വീട് ഇവിടെ അടുത്തൊരു വീടുണ്ട്. 1 മാസം 5000 രൂപയാ വാടക. 3 മാസത്തെ വാടക എന്തോ അഡ്വാൻസ് കൊടുക്കണം. കൊച്ചിന് വേണോ? ചേച്ചി എനിക്ക് ആകെ 2-3 ദിവസത്തേക്കേ ആവശ്യമുള്ളൂ. 2-3 ദിവസത്തേക്ക് ആരാ മോളെ വാടകയ്ക്കായിരുന്നേ? ഇവിടെ അങ്ങനെയൊന്നും കിട്ടത്തില്ല. കൊച്ചു ചെല്ല്. ചേച്ചി എന്താ? ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താന്നല്ലേ പറഞ്ഞേ? കുറച്ചടുത്താ. ചേച്ചിക്ക് വിരോധം ഇല്ലെങ്കിൽ എന്നെ 2-3 ദിവസത്തേക്ക് അവിടെ നിർത്താവോ? അയ്യോ എന്റെ വീട്ടിലോ? കൊച്ചൊന്നും പറ്റത്തില്ല. വളരെ സൗകര്യമൊക്കെ കുറവാ. കുഞ്ഞു വീടാ വെച്ചേ. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാനേ ഡെയിലി ചേച്ചിക്ക് 1000 രൂപ വെച്ച് തരാം. 1000 രൂപ? പിന്നെ വെറുതെ നിർത്തണ്ട. അല്ല ഇനിയിപ്പോ ചേച്ചിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത ഏതെങ്കിലും വീട്ടിൽ തന്നെ ആക്കി തന്നാ മതി. എന്തിനാ അടുത്ത വീട്? കൊച്ചിൻ്റെ കൂടെ വാ. സൗകര്യമൊക്കെ കുറവാ. ഞങ്ങളൊക്കെ പാവങ്ങളാ വെച്ചേ, അതുകൊണ്ടാ. ചേച്ചിയുടെ വീട് എവിടെയാ? വളരെ അടുത്താ. അതുകൊണ്ട് ആ കുന്ന് കയറി പോയാ മതി. അവിടെയോ? ആ. കൊച്ചെവിടുന്നാ? കുറച്ച് ദൂരത്തുനിന്നാ. ഇവിടെ എന്തുവാ? ഒരാളെ തപ്പി വന്നതാ. ആരെ? ഒരാളെ. ചേച്ചിക്ക് മനസ്സിലായി.
കൊച്ചിന് ആരോ ചതിച്ചിട്ട് പോയി. അവനെ തപ്പി വന്നതല്ലേ? ആ ചേച്ചി, ചേച്ചിക്ക് എങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലായി? എനിക്ക് പണ്ടേ ഭയങ്കര ഗ്രാഹ്യമായി ഈ കാര്യങ്ങളിലൊക്കെ. ഞാൻ ഈ കേസ് എത്ര കണ്ടതാ. സമ്മതിച്ചിരിക്കണ ബുദ്ധി. കൊച്ചിന് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ കുഞ്ഞുമോളെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അപ്പം അവിടെ കാണും. കേറി വാ മോളെ. ഞാൻ പറഞ്ഞില്ലേ സൗകര്യമൊക്കെ വളരെ കുറവാ. എനിക്കിപ്പോ ഇവിടെ കൊട്ടാരം പോലെ ഫീൽ ചെയ്യുന്നു. കൊച്ചിരിക്കെ. ഇവിടെ ചേച്ചി മാത്രമേ ഉള്ളോ? അല്ല, ഒരു കെട്ടിയവനും കൂടെ ഉണ്ട്. മക്കളോ? മക്കള് അങ്ങേർക്ക് 4 കാലം 2 കാലം എന്നിട്ട് വേണ്ടേ മക്കളുണ്ടാവാൻ. ഫുൾ ടൈം വെള്ളത്തിലാ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ചേച്ചിക്കൊന്നും ഉപദേശിച്ചു നോക്കാറുന്നില്ലേ? ആ, ഉപദേശിക്കാൻ പറ്റിയ മുതല്. ആ, അത്രയും ഭീകരനാ? ഭീകരനൊന്നും അല്ല, ആള് പാവാ. പക്ഷെ വെള്ളം അടിച്ചാ തനി വെടക്കാ. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ചുമ്മാ വന്നെന്നെ വഴക്കു പറയും, അടിക്കും, ഇടിക്കുകയൊക്കെ ചെയ്യും. ചേച്ചിനെ ഇടിക്കുവോ? ആ, ഇന്നാള് വന്നിട്ട് കറിക്ക് ഉപ്പില്ലാന്ന് പറഞ്ഞ് എന്നെ എടുത്തിട്ട് ഇടിച്ചു. എനിക്ക് ബോധം പോലും പോയി. പിന്നെ പള്ളിക്കാർ അച്ഛനൊക്കെ വന്നിട്ട് ഈ പരിസരത്തോട്ട് കണ്ടുപോലും വിരട്ടിയേക്കുക. ആ, അപ്പൊ വീട്ടിലോട്ട് വരാറില്ല ഇപ്പൊ പുള്ളി? 1-2 മാസം മുന്നേ വന്നായിരുന്നു. അന്ന് വന്ന് നടുവിനൊരു ചവിട്ട് കിട്ടി. അതിനിപ്പോഴും ഞാൻ കിഴി വെച്ചോണ്ടിരിക്കുക. അയ്യോ. മോൾ അതൊക്കെ അങ്ങ് വിടും. അതൊക്കെ എൻ്റെ വിധിയാ. ഞാൻ മോക്ക് കുടിക്കാൻ കാപ്പി എടുക്കാം. ചേച്ചി, പിന്നെ എനിക്കൊന്ന് ഫ്രഷ് ആയാൽ കൊള്ളാന്നുണ്ട്. ശരി, മോൾ ഉടുപ്പെടുത്തിട്ട് വാ, ഞാൻ വെള്ളം പിടിച്ച് വയ്ക്കാം. ആ, കൊച്ചു കുളിച്ചിറങ്ങിയോ? ഞാനൊന്ന് പുറത്തു വിട്ടേ. സന്ധ്യ ആവും മുന്നേ ഇങ്ങ് എത്തണേ. ഇവിടെയൊക്കെ പെട്ടെന്ന് ഇരുട്ടും, പിന്നെ എഴജന്തുക്കൾ കാണും. സൂക്ഷിച്ചു പോയിട്ടോ. സൂക്ഷിക്കാൻ. അതെ, രാത്രി കപ്പയും ചമ്മന്തിയാ. കൊച്ചു കഴിക്കുവോ? കഴിക്കോന്നോ? എന്ത് ചോദ്യം അത്? നല്ല ചൂടൻ കപ്പയും ചമ്മന്തിയും. പിന്നെ ചേച്ചി സ്പെഷ്യലായിട്ട് എനിക്കൊരു കാപ്പിയും കൂടി ഇട്ടു തന്നെ. ആ, ചേച്ചി റെഡി ആക്കിക്കോ, ഞാൻ വേഗം പോയിട്ട് വരാം. ശരി ചേച്ചി. ആ, നോക്കാം, ഞാൻ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം. നീ സാന്ദ്രാണി കൂടെ കൂട്ടിക്കോ, എന്നാ ഉറപ്പായിട്ട് കാണാം. ഓക്കേടാ, ഞാൻ നിന്നെ വിളിക്കാൻ കുറച്ച് ബിസിയാ. ശരി ടേക്ക് കെയർ, ബൈ. ഈ ചിക്കൻ കറിക്ക് ഉപ്പുണ്ടോന്ന് നോക്കി. എന്റെ ഇച്ചായ നിങ്ങൾക്ക് എന്നെ നോക്കിയാ പോരെ? അയ്യടാ, ഞാൻ തനിച്ച് നോക്കിയിട്ട് വേണം നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഉപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്ക്. എങ്ങനെയുണ്ട്? എന്തൊരു ഉപ്പ് കൂടിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ഇച്ചായ, കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് മല്ലിച്ചപ്പ് ഇട്ടോ. പിന്നെ മസാലയുടെ നല്ല കുത്തുണ്ട്. തേങ്ങ അരച്ച് തേങ്ങാപ്പാലിട്ടോ, അപ്പൊ അടിപൊളിയായിരിക്കും. ആ, ഇതാണ് ഭാര്യയെ സ്നേഹിക്കാൻ പോയുള്ള കാര്യം. ഇനിയിപ്പോൾ മല്ലിച്ചപ്പും ഉരുളക്കിഴങ്ങും കൂടി ഹലോ, അവിടെ നിക്ക്. ഞാൻ പറഞ്ഞില്ല ചിക്കൻ കറി വെക്കാനായിട്ട്. ഇച്ചായൻ തന്നെയല്ലേ പറഞ്ഞത് ഭാര്യയ്ക്ക് ഒരു ദിവസം റെസ്റ്റ് കിട്ടിട്ട് ഞാൻ ചിക്കൻ കറി വെച്ചോളാം. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വരും. ഓ, അതെ, ആ, ആ ഗേറ്റ് ഒന്ന് അടച്ചേക്കണേ. ഞാൻ വന്നപ്പോൾ മറന്നുപോയി അടയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒന്ന് അടച്ചുകൂടായിരുന്നു ഗേറ്റ്? എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ഇച്ചായൻ്റെ ഒരു കാര്യം.